നടത്താൻ വന്ന ഹബീബിനെ തല്ലി എന്ന് മാത്രമല്ല, പ്രഹരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വൃഷ്ടം പിടിച്ചുടക്കുകയാണ്. കൊണ്ടാട്ടിക്കാർക്ക് മാത്രം ഒരടവാ നമുക്കറിഞ്ഞൂടാ. പള്ളിയിൽ ഹുത്ബ നടത്താൻ വന്ന ഹബീബിന്റെ വൃഷ്ടം ഉടച്ചു എന്നത് രേഖാമൂലം തെളിയിക്കാൻ സാധിക്കും. ഇതുപോലെയല്ല, അത് ഞാനൊരു തലക്കാലത്തിന് വേണ്ടി ഇഷ്ടപ്രയോഗിച്ചതല്ല, അത് രേഖാമൂലം. എത്രമാത്രം ക്രൂരമായി ആ ഹബീബിനെ പീഡിപ്പിക്കുന്നത് കണ്ടപ്പോൾ ആ പള്ളിയിലേക്ക് വന്ന, ജുമാ നമസ്കരിക്കാൻ വന്ന നിഷ്പക്ഷനായ ഒരാള്, അയാളെ മനസ്സ് തകർന്നു. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഒരിക്കലും അയാൾ പഠിച്ചിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് വിമർശിച്ചിട്ടില്ല. അയാൾ മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ നൽകുമ്പത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് പകച്ചു. സുബ്ഹാനല്ലാഹ്, എന്തായി കാണുന്നത്? അങ്ങനെ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ചോദിച്ചല്ല, ഇതെന്താണ്, ഇത് ചെയ്യാൻ പാടുള്ളൂ, പള്ളിയിൽ വന്നൊരു ഹബീബ് ഇത്രമാത്രം ക്രൂരമായി പീഡിപ്പിക്കാൻ നിങ്ങളൊക്കെ ചെയ്ത്. അപ്പൊ നിനക്കൊന്നും അറിഞ്ഞൂടാ, ഇത് പറഞ്ഞ അദ്ദേഹത്തെ തള്ളി. അദ്ദേഹത്തിന്റെ ആ വേദന അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആ സഹോദരൻ കേസ് കൊടുത്തു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആ സഹോദരൻ ഈ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോ വഖഫ് കേസ് കൊടുക്കുകയും അതിനെ അത് പിന്നീട് ജമാഅത്തെ ഇസ്ലാമിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് മദീന മസ്ജിദ് വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. പക്ഷേ ഹൈക്കോടതിയെ തട്ടി, സുപ്രീം കോടതിയിൽ കൊടുത്തു, സുപ്രീം കോടതിയെ തട്ടി. പിന്നെ രണ്ടാമത് വീണ്ടും ജമാഅത്തെ ഇസ്ലാമിന്റെ കേസ് കൊടുത്തു. അഥവാ മദീന മസ്ജിദിൽ നടപ്പാക്കേണ്ടത് അല്ലെങ്കിൽ നടക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിക്കനുസരിച്ചുള്ള പ്രവർത്തനം മാത്രമാണ്. അങ്ങനെ കേസ് കൊടുത്തപ്പോൾ അതേ സഹോദരൻ തന്നെ വീണ്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി ഒരിക്കലും ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു കേസ് കൂടി കൊടുത്തു. അപ്പൊ സ്വാഭാവികമായി ജമാഅത്ത് സാഹിത്യങ്ങളും പുസ്തകങ്ങളും കോടതി ചർച്ച ചെയ്തു. അദ്ദേഹം അങ്ങനെ ജമാഅത്തിനെ പറ്റി പഠിക്കുന്നു. അങ്ങനെ ജമാഅത്തിന്റെ സംബന്ധിച്ച് അദ്ദേഹം അന്വേഷിക്കുന്നത്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ എല്ലാം കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ, അതുപോലെ തന്നെ ഇവിടുത്തെ കോടതികളിൽ ചർച്ച വന്നു. ചർച്ച വന്നപ്പോൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് പറയുന്നത് IPH ഞങ്ങളേതല്ല എന്ന്, പ്രബോധനം ഞങ്ങളേതല്ല. നിനക്ക് ഇഷ്ടമല്ല, രേഖാമൂലം പുറത്തു വരുന്നുണ്ട്. അതെല്ലാം ഇല്ലാത്ത ഈ കാദിയാനി ചർച്ച നടത്തുന്ന ആളുകളല്ലോ, ആ നടത്തുന്ന ആളുകൾ കഴിവിന്റെ പരമാവധി നിൽക്കണം, കഴിവിന് രൂപത്തിൽ പ്രചരിപ്പിച്ചോളൂ. ഇത് രേഖാമൂലം ജമാഅത്തെ ഇസ്ലാമിക്ക് മറുപടിയായി വരുന്നുണ്ട് എന്ന് തിരിച്ചറിവുണ്ടായിക്കോളെ. IPH ഞങ്ങളല്ല, പ്രബോധനം ജമാഅത്തെ ഇസ്ലാമിനല്ല, നിങ്ങളല്ല. ഇന്ന് കോടതിക്ക് മുന്നിൽ പരസ്യമായി എത്തിക്കൊടുത്താണ്. ഇതെന്താ ഇവർക്കുള്ളത്? ആരാണിവര്? അപ്പൊ ഇതൊന്നും ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞപ്പോ കൗണ്ടർ ചെയ്യാൻ വേണ്ടി കേസ് കൊടുത്തത്. അപ്പൊ നിങ്ങൾ സംശയിക്കും, ഈ പറഞ്ഞ ആള് ഏത് ഈ അബ്ദുൽ സമദാണ് എന്റെ ഓർമ്മ, ഞാൻ എന്നും അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറിന്റെ പേരുണ്ട്. അദ്ദേഹം ആഴക്കാരെയുള്ള ആളാണ്. അയാൾ ചിലപ്പോൾ കാദിയാനിയായിരിക്കും നമ്മൾ വിചാരിക്കും. എന്നാൽ കാദിയാനികൾക്കെതിരെ പുസ്തകം എഴുതിയ ആളാണ് ഈ പറഞ്ഞ മനുഷ്യൻ. സഹായിച്ചതിനെതിരെ പുസ്തകം എഴുതിയ ആളാണ് ഈ പറഞ്ഞ ഈ കേസ് കൊടുത്ത മനുഷ്യൻ. അറിയോ? അഥവാ കാദിയാനികളുടെ വാഴക്കാരയിൽ കാദിയാനികൾ നടത്തുന്ന പള്ളി, കാദിയാനികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ, ആ കാദിയാനികളുടെ പ്രവർത്തകന്മാർ, അവരുടെ കണ്ണിലെക്കാനാണ് ഈ പറഞ്ഞ ഈ മനുഷ്യൻ. കാദിയാനിക്കെതിരെ പുസ്തകം എഴുതിയ, കാദിയാനികൾക്കെതിരെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന അയാള് കാദിയാനിയായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ നടത്തിയ കള്ളപ്രകടനങ്ങൾ പുറത്തു വരും. എന്നിട്ട് കേരള ശബ്ദത്തിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ച് വാഴക്കാല എറണാകുളം, അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ സമദാണെന്ന് ഓർമ്മയിൽ നിന്ന് ഞാൻ പറയാണ്. അബ്ദുൽ സമദ് വാഴക്കാല എറണാകുളം എന്നാണ് കേരള ശബ്ദത്തിൽ വന്നത്. പക്ഷേ ഈ അബ്ദുൽ സമദ് എവിടെ കൊണ്ടുപോവാ? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പുറത്തു കൊണ്ടുപോവാ. കേരള ശബ്ദത്തിൽ കത്തെഴുത്ത് എന്ന് പറയുന്ന ഈ വാഴക്കാലയുള്ള വാഴക്കാല എറണാകുളം എന്ന അഡ്രസ് കൊടുത്തിട്ടുള്ള ആ വ്യക്തി ആര് പുറത്തു കൊണ്ടുപോവാ? ഞങ്ങളുടെ മുന്നിൽ നിർത്തിയിട്ടാ ഞങ്ങളത് ചോദിക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ അക്ഷരങ്ങൾ കൊണ്ട് ഈ വിട്ട് കാണിക്കാന്ന് പറഞ്ഞാൽ അതൊരു അപകടപ്പെട്ട് ഞാൻ വിജ്ഞാനാണ്. ആ എന്ന് പഠിച്ചാൽ, ആ എന്ന അക്ഷരം പഠിച്ചാൽ പിന്നെ അമ്മ എന്ന് പഠിക്കണം.
അമ്മാന്ന് വിളിക്കണം. കാരണം വെച്ചാൽ ആ അക്ഷരങ്ങൾ കൊണ്ട് നന്മ പഠിക്കുന്ന. അപ്പൊ നമുക്കറിയാം ചെറുപ്പത്തില് മദ്രസകളിൽ അരിപ്പെന്ന് പഠിക്കുമ്പോ എന്താ അതിന്റെ പഠിക്കുക, അരിപ്പെന്ന് പഠിക്കണമെങ്കിൽ ആ അക്ഷരം പഠിക്കുമ്പോ കൂട്ടത്തിൽ പഠിക്കും അതബ്. അതാ അക്ഷരങ്ങൾ അങ്ങനെ മനുഷ്യന് നന്മക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ആ അക്ഷരങ്ങൾ കൊണ്ട് തന്നെ തിന്മയും ഉണ്ടാക്കാം, മനുഷ്യനെ പിഴപ്പിക്കുകയും ചെയ്യാം, മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാം. ആ അതവ് കാര്യങ്ങൾ, ബോധപൂർവമായ തെറ്റിദ്ധരിപ്പിക്കലുകൾ ഇസ്ലാമിൽ നടത്തിയിട്ടുണ്ട്. ജനശബ്ദത്തിലേക്ക് നിങ്ങൾ വിളിച്ചു നോക്കിയാല് ആ പേര് അല്ലാത്ത ആള് ആ പേരിലാണ് എന്ന് പറയാൻ തയ്യാറായി നിൽക്കുന്നത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇതെല്ലാം അന്വേഷിക്കുന്നുണ്ട്. അപ്പോ ഇത്രമാത്രം കുതന്ത്രങ്ങൾ കാണിച്ചിട്ട് ഉത്തരവാദിത്തത്തിന്റെ സ്ഥാനത്തിരിക്കുന്ന ആരിഫലി അദ്ദേഹം അമീറായിരുന്നുകൊണ്ട് തന്നെ പ്രസ്താവന ഇറക്കാതെ ആദിയാനികളോട് എന്നിട്ട് മുത്താലിനെ കേസ് കൊടുത്തു. അത് മുഹമ്മദ് കഫ്രാൻ പറഞ്ഞിട്ടുണ്ട്. ആരെ മുഹമ്മദ് കഫ്രാൻ? ഇവരൊക്കെ നമുക്കൊന്ന് കാണണേ. ഈ മുഹമ്മദ് കഫ്രാൻ ആര്? ഈ അബ്ദുസമദ് എന്ന് പറയുന്ന ആളാര്? ഇവരൊക്കെ നമ്മളൊന്ന് കാണണം. എന്നിട്ടല്ലേ നമ്മളൊരു വാദത്തിൽ ഇവർക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യരല്ലേ, കേസ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ ജീവിച്ചിരിക്കില്ലേ? അപ്പൊ ഈ മുഹമ്മദ് കഫ്രാനെയും അതുപോലെ തന്നെ ഇപ്പറയുന്ന അബ്ദുസമദിനെയൊക്കെ നമ്മൾ രംഗത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാർ കാത്തിരിക്കുക, ക്ഷമിച്ചിരിക്കുക എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം പട്ടി കുറച്ചെന്ന് കേട്ടാൽ പടിവാചകത്തിലാണ് ഒരു പഴഞ്ചില് പട്ടിയെ കൊടുക്കുമ്പോൾ തന്നെ പോയി ആലോചിക്കുന്ന കാര്യമില്ല. എന്താണ് അതിന്റെ അവസ്ഥ എന്ന് പരിശോധിക്കും. അത് ആള് വന്നിട്ടാണോ അതിന്റെ വെറുതെ അതിനങ്ങനെ ഉള്ളതാണ് ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് നിലപാട് സ്വീകരിക്കുക. ഇതുപോലെ എന്താ മുജാഹിദ് പ്രതികരിക്കാത്ത എന്താ പ്രതികരിക്കാത്തൊന്നും ചോദിക്കേണ്ടതില്ല. ഒരു മാക്സിമം പ്രവൃത്തികളിൽ ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധമുണ്ട്. ഞങ്ങൾ അതിനെ സംബന്ധിച്ച് വ്യക്തമായി പഠിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. വേണ്ട വിധത്തിൽ അതിനനുയോജ്യമായ സമയത്ത് അതിന് മറുപടി തരുന്നതുമാണ് ഇൻഷാ അല്ലാഹ്.